ശ്രീ ഷിജു ഖാൻ നോക്കൂ, അങ്ങനെ ഉദ്ഘാടന ദിവസം അത് ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗം പോലും അല്ല എന്നുള്ളത് നിബിൻ പറയുന്നു. ഉദ്ഘാടന ദിവസം അതിൽ യാത്ര ചെയ്ത കുറച്ച് കുട്ടികൾ അവർ ഒന്നോ രണ്ടോ ഗാനം പാടുന്നു, അതിലൊരു ഗാനമായി ഈ ഗാനവും പാടുന്നു. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയാണ്. ആ വീഡിയോ RSS അവരുടെ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഗണഗീതം എന്നറിയപ്പെടുന്ന പാട്ടാണ് കുട്ടികൾ പാടി റെയിൽവേ അത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഗണഗീതം എന്നത് ഏതെങ്കിലും ദേശഭക്തി ഗാനമായിട്ട് നമ്മുടെ രാജ്യത്തിലെയോ നമ്മുടെ സംസ്ഥാനത്തിലെയോ ഔദ്യോഗിക സംവിധാനങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ നിയമപരമായോ അംഗീകരിക്കപ്പെട്ട ഒരു ഗാനമല്ല. എന്ന് മാത്രമല്ല, ഇന്നുവരെ ദേശീയ പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ സംവിധാനങ്ങളിലൊന്നും RSSൻ്റെ ഗണഗീതം ഔദ്യോഗിക ഗാനമായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. RSS 1940 മുതൽ 30കളിലും 40കളിലുമൊക്കെ അവരുടെ ശാഖകളിൽ ഉപയോഗിച്ച ഗണഗീതത്തിൻ്റെ മറ്റൊരു വേർഷനാണ് മലയാളത്തിൽ വ്യാപകമായി അവരുടെ ശാഖകളിൽ ഉപയോഗിച്ചു വരുന്ന ഇപ്പോൾ റെയിൽവേ പുറത്തുവിട്ടിട്ടുള്ള വരികൾ. അപ്പോൾ RSSന് അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ഓഫീസുകളിലും RSS പ്രവർത്തകരുടെ വീടുകളിലും ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവർക്ക് ആ പാട്ട് വിശ്വസിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തെയും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ ഉയർന്നു വരുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഭരണഘടനയിലെ പ്രശ്നമല്ല ഇവിടെ ഉയർന്നു വരുന്ന അടിസ്ഥാന വിഷയം RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സംഘടന വർഗീയ പ്രത്യയശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടന എല്ലാ അവരുടെ ശാഖായോഗങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ ഒരു ആചാരമായി ഉപയോഗിക്കുന്ന ഒരു ഗണഗീതത്തെ ഇന്ത്യൻ റെയിൽവേ എന്തിന് പ്രൊമോട്ട് ചെയ്യണം? ഇന്ത്യൻ റെയിൽവേ എന്തിന് അതിൻ്റെ പ്രചാരകരാവണം? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യൻ റെയിൽവേ പ്രചാരണം കൊടുക്കേണ്ടത് ദേശീയ ഗാനത്തിനാണ്, അല്ലെങ്കിൽ ദേശാഭിമാന പ്രചോദിതമായി രാജ്യം അംഗീകരിച്ച ഗാനശകലങ്ങളാണ്. അടിസ്ഥാനപരമായ വിഷയം RSS ഇന്ന് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എന്ന് തുടങ്ങുന്ന മഹാനായ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ മാറ്റണം എന്ന്, ദേശീയ ഗാനമായിട്ട് അതിനെ അംഗീകരിക്കരുതെന്ന് BJPയുടെ ഉത്തര കന്നഡയിലെ MP വിശ്വേശ്വർ കഗേരി പറഞ്ഞിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. അസുധ, നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാർ ഇന്ത്യയുടെ ദേശീയ ഗാനം മാറ്റണം, അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് 4 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഏകീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രവർത്തിച്ച ഇന്ത്യൻ റെയിൽവേ അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ ദേശീയ ഗാനമല്ല പ്രക്ഷേപണം ചെയ്തത്, ദേശീയ ഗീതമല്ല പ്രക്ഷേപണം ചെയ്തത്, RSSൻ്റെ ഗാനമാണ്. RSSൻ്റെ ഗാനം ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്തിട്ട് അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? രണ്ടാമത്തെ വിഷയം, യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിനെയും
അവിടുത്തെ വിദ്യാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ ഗാനം അടിച്ചേൽപ്പിക്കുകയാണ്. അത് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് അത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. എന്തിനാ അതിനെ അസിതയോട് അസഹിഷ്ണുത കാണിക്കുന്നത്? എത്ര മണിക്ക് ഉദ്ഘാടനം ചെയ്തു, എന്ന് ഉദ്ഘാടനം ചെയ്തു, ഉദ്ഘാടനത്തിന്റെ ഭാഗമാണോ? ഒറ്റ മറുപടി പറയൂ എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിൽ ഈ രാജ്യം കണ്ടതല്ലേ? അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരതിന്റെ ഉടമയായ ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് RSSന്റെ ഗണഗീതം എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും? അത് പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പണം മുടക്കും? ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പ്രക്ഷേപണം ചെയ്യും? അപ്പൊ RSSന്റെ ഗണഗീതം RSS ഉപയോഗിച്ചോ? അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ കാര്യാലയങ്ങളിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ശാഖകളിൽ ഉപയോഗിക്കാം. നിങ്ങളൊരു വർഗീയ പ്രത്യയശാസ്ത്രം ഉപയോഗിക്കുന്ന സംഘടനയാണെങ്കിലും അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ കുറച്ച് പാവപ്പെട്ട ഈ രാജ്യത്തെ ആളുകളുടെ മുന്നിലേക്ക് അവരെ കബളിപ്പിക്കുകയല്ലേ? മൈനറായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് RSS ഉപയോഗിക്കുന്ന RSSന്റെ പ്രത്യയശാസ്ത്ര പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗാനം ആലപിച്ച് അതങ്ങ് അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ നിങ്ങളാണോ ശമ്പളം കൊടുക്കുന്നത്? അത് നാഗ്പൂരിലെ RSSന്റെ കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത്? BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത്? അത് എന്റെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിന്റെയും അസിതയുടെയും രാജ്യത്തെ ജനകോടികളുടെയും പൊതുഖജനാവല്ലേ ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലല്ലേ? അവിടെ മതനിരപേക്ഷതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷതയുടെ ഭാഗമായ നമ്മുടെ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കണം, നമ്മുടെ ദേശീയതയുടെ ഭാഗമായ ഗാനങ്ങൾ ആലപിക്കണം. നിങ്ങൾ RSSന്റെ കാര്യാലയത്തിൽ എല്ലാ ദിവസവും ശാഖ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പാട്ടെടുത്തു വെച്ച് ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമെന്നും ദേശഭക്തി ഗാനമെന്നും പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് എങ്ങനെ പറയാം? ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്ക്? വ്യക്തികൾക്കല്ലേ? ഇന്ത്യൻ റെയിൽവേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പൗരനുള്ള ഈ രാജ്യത്തെ പേഴ്സണുള്ള വ്യക്തികൾക്കുള്ള ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് ഗാനം പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? BJPയുടെ രാഷ്ട്രീയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ? RSSന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രസംഗങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഇന്ത്യൻ റെയിൽവേയും ആകാശവാണിയും ദൂരദർശനും ഒക്കെ പ്രക്ഷേപണം ചെയ്താൽ ഇതൊരു സെക്കുലർ രാജ്യം അല്ലാതാകും. ഇതിപ്പോഴും ഒരു സെക്കുലർ രാജ്യമാണ്. സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉള്ളത്. BJP അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ, ഒരു സെക്കുലർ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ, ഒരു സെക്കുലർ സ്റ്റേറ്റ് കോൺസെപ്റ്റിന് കീഴിൽ BJPയും RSSും അവരുടെ കുടുംബങ്ങളും ഉപയോഗിക്കുന്ന RSSന്റെ ഗാനമെടുത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ആരെ അംഗീകരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ BJP സമ്മർദ്ദം ചെലുത്തുന്നു, നിർബന്ധിക്കുന്നു. അപ്പോ BJP ഇരിക്കാൻ പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യുന്ന ഇന്ത്യയിലെ റെയിൽവേ മേധാവിമാർ, മേലാളന്മാർ കുട്ടികളെ കൊണ്ട് ഇത് നിർബന്ധിച്ചു പാടിപ്പിക്കുന്നു. എന്നിട്ട് ഇതിനൊരു ദേശീയ ഗാനത്തിന്റെ പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉത്തര കന്നഡയിലെ BJPയുടെ MP വിശ്വേശ്വർ കഗേരി പറയുന്നു ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ മാറ്റണം. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ, ചേർത്ത് വായിക്കുമ്പോ വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എങ്ങോട്ടേക്കാണ് രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? നാളെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ ഇന്ത്യയിൽ ഒരുപാട് വർഗീയ സംഘടനകളുണ്ട്, വിഘടനവാദ സംഘടനകളുണ്ട്. RSSനെ പോലെ RSS ഒരു ഭൂരിപക്ഷ വർഗീയ സംഘടനയാണ്. രാജ്യത്ത് ന്യൂനപക്ഷ വർഗീയ സംഘടനകളുണ്ട്, ഭൂരിപക്ഷ വർഗീയ സംഘടനകളുണ്ട്, മതമൗലികവാദ സംഘടനകളുണ്ട്, ഭീകരവാദത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അവരെല്ലാം ഇത്തരം അവരവരുടെ പ്രത്യയശാസ്ത്രം പേറുന്ന, അവരവരുടെ വർഗീയ രാഷ്ട്രീയത്തെ പേറുന്ന നിലപാടുകളെ രാജ്യത്തിന്റെ നിലപാടുകളായി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് കുമ്പിടണോ നമ്മള്? അതിനു മുമ്പ് വണങ്ങണോ നമ്മള്? അതിനു മുമ്പ് സാഷ്ടാംഗം പ്രണമിക്കണോ നമ്മള്? നമ്മുടേത് ദേശീയ ഗാനമാണ്. ആ ദേശീയ ഗാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ദേശഭക്തി ഗാനങ്ങൾ ഒരുപാട് ദേശഭക്തി ഗാനമുണ്ട്. ഇത് ദേശഭക്തി ഗാനമായിട്ട് ഇന്ത്യയിൽ എവിടെയാണ് അംഗീകരിക്കപ്പെട്ടത്? ഇത് നിങ്ങളുടെ RSSന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട പാട്ടാണ്.
ആ പാട്ട് നിങ്ങൾ പാടിക്കോ. Okay. അത് ഇന്ത്യൻ റെയിൽവേയെ കൊണ്ടും ആകാശവാണിയെ കൊണ്ടും ദൂരദർശനെ കൊണ്ടും പാടിപ്പിക്കാൻ കഴിയില്ല. അത് ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിഷേധം ഉയർത്തും. അതുകൊണ്ടാണ് പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഞാൻ മടങ്ങി വരാം